ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്നൊരു നൈറ്റ് റൊട്ടീനാണ് കൊടുക്കുന്നത്. നല്ല ഉറക്കത്തിലായിരുന്നു. 9 മണിക്ക് ഉറങ്ങിയിട്ട് 10:06 എണീറ്റു. ഓക്കെ, 10:06 നേരത്തെ ഇവ സമയത്തും കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. എനിക്കറിയാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന്. ഈ വീഡിയോ കാണുന്നവരെന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കോട്ടെ. അതിനുശേഷം ഞാൻ നേരെ പോയിട്ട് ചായ കുടിച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തിരി ചൂടുള്ള കട്ടൻ ചായ ആയിരുന്നു. ഇത്തിരി ചൂടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുടിക്കാൻ പറ്റും. ചൂടുണ്ടോയെന്ന് വെച്ചിട്ടുണ്ട്, ഇല്ലേന്ന് വെച്ചില്ല. അങ്ങനത്തെയൊക്കെ ഒരു രീതിയിലായിരുന്നു. ഒരു പച്ച വെള്ളത്തിൻ്റെ പോലെ, പച്ച വെള്ളം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത്തിരി ചൂടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് ഞങ്ങളുടെ പുതപ്പ് മടക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ രാത്രി എണീറ്റിരുന്നിട്ടാണ് ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് രാത്രിയല്ല, ഞാനൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും നിങ്ങൾക്ക് വേണ്ടി വീഡിയോസൊക്കെ ഇടാറില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിനുശേഷം പുതപ്പ് മടക്കി വെച്ചാൽ നിങ്ങൾ ആരും എൻ്റെ കോലം ശ്രദ്ധിക്കാൻ നിൽക്കുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷാക്കി വെച്ചു. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഫോൺ എന്നൊക്കെ പറയുമ്പോൾ പോക്കോ എന്നാണ് എൻ്റെ ഫോണിൻ്റെ പേര്. അങ്ങനെ പോക്കോ എന്നുള്ള ബ്രാൻഡിൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെ ഞാൻ നേരെ പോയിട്ട് മുഖമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഉണ്ടായിരുന്നു. എനിക്ക് ഈ മുഖത്തിങ്ങനെ വെള്ളം ഇരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തുടച്ചു. അതിനുശേഷം ഞങ്ങളുടെ ലുലു മാളുടെ എണ്ണയായിരുന്നു ഞാൻ എടുത്തത്. ഞങ്ങളുടെ തറവാട്ട് സ്വത്ത് പോലത്തെ ലുലു. അങ്ങനെ ഞാൻ നേരെ അതും തുറക്കാൻ വേണ്ടി നല്ല പടർന്ന് ഞങ്ങളുടെ ഇവിടുത്തെ അടുത്തുള്ള ആയതുകൊണ്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അവിടെ കാണാം. ലുലുവിലോട്ടാണ് നമ്മുടെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടാണ്. പിന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്തായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോവാറ്. ഞാനൊരു കാര്യം പറയട്ടെ, വേറെ ഏത് രാജ്യത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ബഹ്റൈനിൽ വീടുകളിൽ ഫുൾ ഫ്ലാറ്റുകളാണ്. വീടെന്ന് പറഞ്ഞ സാധനമില്ല എന്നാണ് ഇവിടെയുള്ളവരൊക്കെ പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഈ പ്രാവശ്യത്തിനെക്കാട്ടും മുമ്പ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. 2023 2024 അങ്ങോട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫാൽക്കോൺ എന്ന് പറഞ്ഞൊരു ഇതിലായിരുന്നു താമസം. സത്യം പറഞ്ഞാൽ അവിടെ പ്രേതം ഉണ്ടായിരുന്നു ഗൈസ്. അവിടെ ഒരു പെണ്ണ് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഫ്ലാറ്റിലൊരു പെണ്ണ് ആ ഒരു ഫ്ലാറ്റിൽ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു, മരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കഥ പറയുമ്പോൾ പേടിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്നും പറയാനില്ല. അപ്പോൾ ബാക്കി ഇനിയും വേണം ആ കഥൻ്റെ ബാക്കിയുണ്ട്. കേൾക്കാൻ ത്രില്ലുണ്ടെങ്കിൽ നിങ്ങൾ നേരെ യെസ് നിന്ന് പോയി ടൈപ്പ് ചെയ്താൽ മതി. പിന്നെ ഞാൻ എൻ്റെ മുടിത്തെ ചടക്കൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ചീപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാരാണ്? ഞാൻ കൊച്ചിക്കാരാണ് കേട്ടോ. നിങ്ങൾ ഇവിടുത്തെക്കാരാണെന്നൊന്നും പറഞ്ഞേക്ക്. നെക്സ്റ്റ് ഞാൻ മുടി ചെറിയ ചടക്കും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി കളഞ്ഞിട്ട് ഞാൻ നേരെ മുടി പിന്നിടാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുടി എപ്പോഴും പിന്നിയിട്ടാണ് കിടക്കാറ്. അതുകൊണ്ട് നിങ്ങൾക്ക് ലോങ് ഹെയറാണ് ഷോർട്ട് ഹെയറാണ് ഇഷ്ടം? അതിൻ്റെ മുടി കുറച്ചൊക്കെ വളരുന്നുണ്ട്. നിങ്ങൾക്ക് ലോങ് ഹെയറാണ് ഷോർട്ട് ഹെയറാണ് ഇഷ്ടം? എനിക്കെന്തായാലും ലോങ് ഹെയറാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയ്ക്കിൻ്റെ താത്തക്കും ലോങ് ഹെയറാണ്. ബട്ട് എനിക്ക് മാത്രം ചെറിയ മുടി. പക്ഷെ എല്ലാവരും എന്നെ കളിയാക്കും 16 മുടി 16 ഇതിൻ്റെ അകത്ത് 16 കൂടുതലുണ്ടാവും. അങ്ങനെ ഞാൻ നേരെ മുടി ഇങ്ങനെ പിന്നിയിട്ട് ഞങ്ങളുടെ അവിടെ ഇങ്ങനെ പിന്നിടുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത്? കമൻറ്റ് ചെയ്യൂ ഗൈസ്. ചിലവരുടെയൊക്കെ പറയും എന്താണ് ചെങ്ങല അങ്ങനെ എന്താണ്ടും പറയരുത്. എനിക്കറിയില്ല. ഞങ്ങൾ പെരുമ്പാര് ഞങ്ങളുടെ ബന്ധുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അങ്ങനെ എന്താണ്ട് ചെങ്ങലൊക്കെ ഇട്ട് അങ്ങനെ എന്താണ്ട് വരുന്നു പറയാറ്. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതിനുശേഷം ഞാൻ മുടിയൊക്കെ എൻ്റെ മുടി ചെറിയ മുടിയായതുകൊണ്ട് പിന്നിടുമ്പോൾ നല്ല പാടുണ്ടായിരുന്നു. എൻ്റെ കൈ വേനെടുത്തിട്ട്. അതിനുശേഷം ബുഷ് എങ്ങോട്ടോ തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു. കുനിയാൻ മടിയായതുകൊണ്ട് കാല് വെച്ചിട്ട് അങ്ങോട്ട് എടുത്ത്. എനിക്ക് കാല് വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മുഴുവൻ കാല് വെച്ചിട്ട് തന്നെ ചെയ്യാറ്. കാല് വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത ഞാൻ ഫുൾ കൈ വെച്ചിട്ടായിരുന്നു ചെയ്യാറ്. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ഗൈസ് ഞാൻ നേരെ മുടിയൊക്കെ കെട്ടി വന്നപ്പോഴത്തേക്കും എൻ്റെ മുടി കാണാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ വല്ലാണ്ട് ആ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കളിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് മനസ്സിലായി എൻ്റെ മുടി എന്താണെന്ന് ഞാൻ തന്നെ കാണിച്ചിട്ടില്ല.
അതിനുശേഷം അതിനകത്ത് ലിപ് ബാമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മേമാരത്തിൻ്റെ നമ്മുടെ സ്വന്തം മേമാരത്തിൻ്റെ ലിപ് ബാമായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ അവിടെ കപ്പയും എന്തോ ഒരു ചമ്മന്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അതിനുശേഷം ഞാൻ നേരെ കപ്പ ഉണ്ടായിരുന്നു, കപ്പയും നമ്മുടെ സ്വന്തമായിട്ടുള്ള കട്ടൻ ചായയും ഉണ്ടായിരുന്നു, കട്ടൻ ചായ. അതിനുശേഷം ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റ് എഴുതാനിരുന്നു. എൻ്റെ ബോക്സ് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത്, എൻ്റെ ഇക്കാക്കൻ്റെ ബോക്സാണ്. പിന്നെ ഞാൻ എൻ്റെ ഡയറിയും അതിൻ്റെ അകത്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് പെന്നും ആയിരുന്നു. നിങ്ങൾക്ക് ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ ഏത് കളർ പെന്നാണ് ഇഷ്ടം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതിനുശേഷം നിങ്ങൾക്കൊരു ചലഞ്ച് ആയിട്ടേ, ഞാൻ എത്ര പ്രാവശ്യം ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, നിങ്ങളൊന്ന് പറ. അങ്ങനെ ഗൈസ് ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് രാത്രി ഇങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതുന്ന സ്വഭാവമുണ്ട്, നിങ്ങൾ തന്നെ ഒന്ന് പറ കേട്ടോ. അതിനുശേഷം ഞാൻ നേരെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതാനിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെ എഴുതണ്ടെന്ന് എനിക്ക് കുറേ അറിയില്ലായിരുന്നു. ഫസ്റ്റ് ഞാൻ വേക്കപ്പ് ടൈമെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മറ്റേ പേന വർക്കാണ്ടായപ്പോഴാണ് മനസ്സിലായത് മൂടി മരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനത് മുറുക്കിയിട്ടിട്ട് നേരെ കയറി എഴുതാനിരുന്നത്. എഴുതലെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞൊരു മാതിരി വട്ട പിടിക്കുന്ന ഒരു ഇതാണ്. പിന്നെ നിങ്ങൾ ശരിക്കും എന്താ സ്റ്റെക്കായിട്ടിരിക്കുന്നത്, ശ്രദ്ധിച്ച് നോക്കിക്കാൻ എൻ്റെ കൈയൊക്കെ അങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ ഗൈസ് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ എഴുതണം എന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂർ എടുത്തു. ടു ഡു ലിസ്റ്റ് എന്ന് വായിച്ചിട്ട് ഞാൻ അടിയിൽ ഒരു വര ഇട്ടിട്ട് എഴുതാൻ. പിന്നെ ഞാൻ എന്തൊക്കെ ഇത്തച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത്ര ഞാൻ പറഞ്ഞില്ലേ, ബാക്കി ഞാൻ ഒന്നും വോയിസ് അവർ കൊടുക്കുന്നില്ല, നിങ്ങൾ ബാക്കിയെല്ലാം കേൾക്കട്ടെന്നല്ലേ, ബാക്കിയുള്ളത് ഞാൻ വോയിസ് അവർ കൊടുക്കുന്നില്ല. അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാകും എന്തൊരു അഭിനയോടിയെന്ന്, എൻ്റെ അപ്പുറത്ത് ആരും വെറുതെ അപ്പുറത്തെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇട്ട് സംസാരിക്കാൻ. സത്യം പറയില്ല, അപ്പുറത്തെ ആൾക്കാരുടെ. അപ്പോൾ ഞാൻ നേരെ ടു ഡു ലിസ്റ്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കിടക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. കിടക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചമർത്തിയോ. Bye.